ഞാൻ വടകരയ്ക്കടുത്ത് വില്യാപ്പള്ളിയിൽ നിന്ന് വരുന്ന ആളാണ്. പേര് ശ്രീജിത്ത്. എൻ്റെ ചോദ്യം വിധിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ അടുത്ത് ഒരു മതപ്രഭാഷണ വേദിയിൽ വെച്ച് അവിടെയുള്ള ആൾ പറയുന്നത് കേട്ടത്, ഒരാളുടെ ജനനം, അതായത് അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വയറ്റിൽ നിന്ന് 4-ാം മാസം തൊട്ട് മരണം വരെയുള്ള അവസ്ഥ പൂർണ്ണമായും നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ അയാൾ ചെയ്യുന്ന തെറ്റിന് അയാൾ ഉത്തരവാദിയാണോ? വിവേചന ബുദ്ധി സാധ്യമായാൽ അതിന് അർത്ഥമുണ്ടോ? വിധിയെക്കുറിച്ചാണ് സുഹൃത്തിൻ്റെ ചോദ്യം. വളരെ വിശദമായി മറുപടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ, ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ജീവിയാണെന്നുള്ള കാര്യത്തിലൊരു സംശയവുമാണ്. ഒരു സംശയവുമില്ല, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ആളുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയത്. അതല്ലെങ്കിൽ മറ്റ് ജീവികളെ പോലെ മനുഷ്യനും ഒരു പ്രത്യേക കോലത്തിന് സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. അല്ലെ, മനുഷ്യന് വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഉള്ളത്. വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് കുറെ ആളുകൾ തെറ്റ് ചെയ്യുന്നത്, കുറെ ആളുകൾ ശരി ചെയ്യുന്നത്. അതിനെല്ലാം സെലക്ഷൻ, തെരഞ്ഞെടുപ്പ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ പടച്ച തമ്പുരാന്റെ അറിവ് എന്നത് ഇതിനെല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കാര്യമാണ്. വിധി എന്നുള്ളത് അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെട്ടതാണ്. അവന്റെ അറിവ് കാലത്തിനതീതമായ അറിവാണ്. കാലത്തിനതീതമായ അറിവ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനേ കഴിയില്ല. ആ അറിവ് അതെന്താ? നമുക്ക് അറിവ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ, ഇന്ന്, നാളെ തുടങ്ങിയ 3 തലങ്ങൾ വേണം. ഇത് കാലമുള്ളത് കൊണ്ടാണ്. കാലം എന്നുള്ളത് സൃഷ്ടിയാണ്. ഫിസിക്സിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ഭൗതിക ശാസ്ത്രപ്രകാരം കാലം ആരംഭിക്കുന്നത് പ്രപഞ്ചം തുടങ്ങുമ്പോഴാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളവനാണ് പടച്ചവൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ മുൻപ് എന്ന് പറയുന്നതിന് പോലും പ്രസക്തി ഇല്ല. കാരണം പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം മുൻപ്, ശേഷം എന്ന് തുടങ്ങിയ പദങ്ങളേ ഉള്ളൂ. അപ്പൊ സൃഷ്ടാവായ തമ്പുരാൻ, അവന്റെ അസ്തിത്വം കാലത്തിനതീതമാണ്. ആ കാലാതീതമായ അസ്തിത്വമുള്ള അവന് കാലാതീതമായ അറിവാണുള്ളത്. ആ കാലാതീതമായ അറിവിൽ ഒന്നും എല്ലാം പ്രസന്റ് ആണ്. ഒന്നും പാസ്റ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ അല്ല. സാധനം പറയാറുണ്ട്, ഭാവിയോ ഭൂതമോ കാലമല്ല, മറിച്ച് എല്ലാം അവന്റെ അറിവിൽ എന്നും നിലനിൽക്കുന്നതാണ് എന്നർത്ഥം. ആ അവന്റെ അറിവിന്റെ ഭാഗമായിട്ടാണ് വിധി കടന്നു വരുന്നത്. അവന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ നടപ്പാവുകയാണ് നമ്മിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം 100% സ്വാതന്ത്ര്യമാണ്, ഒരു സംശയവും വേണ്ട. അല്ലാതെ നമ്മളെ പഠിച്ചവനെങ്ങനെ ചാവിയും കൊടുത്താണ്ട് വിടുന്നതല്ല. പക്ഷേ മനുഷ്യർക്കുള്ള കാര്യങ്ങൾ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നിശ്ചയം പടച്ച തമ്പുരാന്റെ അറിവിന്റെ ഭാഗമാണ്. ആ അറിവ് എന്നുള്ളത് നമ്മിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാ? നമ്മൾ ഈ ചെയ്യുമ്പോഴാണ് എന്ന് മാത്രം. അത് എങ്ങനെ പടച്ചോന്റെ അറിവ് നമുക്കറിയില്ല. നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ പറയുന്ന കാര്യമാണ്, അത് അനുഭവവുമാണ്. ഖുർആൻ പറയുന്ന കാര്യമാണ്, അത് അനുഭവവുമാണ്. എന്നാൽ നമ്മുടെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ, ഗുണകരമായി ഉപയോഗിച്ചാൽ രക്ഷയുണ്ടെന്നും ദോഷകരമായി ഉപയോഗിച്ചാൽ ശിക്ഷയുണ്ട് എന്നുമെല്ലാം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ പടച്ച തമ്പുരാന്റെ അറിവ് എന്നത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. നമ്മൾ മരിക്കുമ്പോൾ മാത്രം പടച്ചവൻ നാം മരിക്കുന്നത് അറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണമെന്ന സംഭവം ഉണ്ടാകുമ്പോഴാണ് അതൊരു സംഭവമായി നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. അല്ലെ, ആ സംഭവമായിട്ട് നമ്മളുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ അനുഭവത്തിൽ വരുന്നത്. പക്ഷെ പടച്ച തമ്പുരാന്റെ അറിവിൽ ഇന്ന് നമ്മൾ മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ഒരാൾ നാളെ മരിക്കുന്ന ഒരാൾ ഇന്ന് മരിച്ചിട്ടില്ല, നാളെ അയാൾ മരിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് അയാൾ മരിച്ചില്ല എന്ന അറിവുണ്ട്, നാളെ അയാൾ മരിച്ചു എന്ന അറിവുമുണ്ട്. അപ്പൊ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു, അല്ലെ, നമ്മുടെ അറിവ് മാറുന്നു, വർദ്ധിക്കുന്നു. പടച്ചവന്റെ അറിവ് ഒരിക്കലും മാറുന്നില്ല, വർദ്ധിക്കുന്നില്ല. ആ അറിവ് എപ്പോഴും സ്വയം സമ്പൂർണമാണ്. ആ അറിവ് എങ്ങനെയുള്ളതാണ് എന്ന് കാലബദ്ധിതമായ നമ്മുടെ തലച്ചോറ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള അബദ്ധാണ്
പ്രസംഗകർത്താവിനും സംഭവിച്ചത്, അത് കേട്ടവർക്കും സംഭവിച്ചിട്ടുള്ളത്. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്തുള്ള ചർച്ചകളെപ്പോലും നിരുത്സാഹപ്പെടുത്തിയതായി കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ വേറൊന്നുമല്ല, ഇത് ഡോസിന്റെ കമ്പ്യൂട്ടറിൽ ഞാൻ വളരെ സിമ്പിളായി നമ്മളുടേതായ സാങ്കേതിക അറിവ് ഉപയോഗിച്ച് പറഞ്ഞാൽ ഡോസ് കമാൻഡ്സ് ഉണ്ടല്ലോ. പഴയ കാലത്ത് കമ്പ്യൂട്ടറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കുറെ ഡോസ് കമാൻഡ്സ് ഉണ്ട്. ഈ ഡോസിന്റെ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ വിൻഡോസിന്റെ കമാൻഡ് കൊടുത്തിട്ട് എന്തെങ്കിലും കിട്ടുമോ അതിന്? ഇല്ല. എന്താ കാരണം? അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഡോസിനും വേണ്ടിയാണ്. ഡോസിന്റെ കമന്റ്സ് മാത്രമാണ് അതിന് മനസ്സിലാകൂ. എന്നാൽ വിൻഡോസിന്റെ കമന്റ്സ് അതിന് മനസ്സിലാകൂല. ഇതേപോലെ തന്നെ നമ്മുടെ തലച്ചോറ് കാലബദ്ധിതമാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമുക്ക് തലച്ചോറ്. ആ തലച്ചോറ് ഉപയോഗിച്ച് പ്രപഞ്ചത്തിന് അതീതനായ പടച്ച തമ്പുരാന്റെ അറിവിനെ കുറിച്ച് നമ്മൾ അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അബദ്ധമാണ് പലപ്പോഴും ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്. അത് വെറുതെ വിടുക, ആ കാര്യം വെറുതെ വിടുക. നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന വസ്തുതയാണ്. അനുഭവങ്ങൾ പറഞ്ഞു തരുന്ന വസ്തുതയാണ്. ആ സ്വാതന്ത്ര്യം സൃഷ്ടിപരമായി ഉപയോഗിച്ചാൽ രക്ഷയുണ്ട്, ഇല്ലെങ്കിൽ ശിക്ഷയുണ്ട്. അതും വസ്തുതയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്.